അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിന് എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ക്ഷണിച്ച് സംഘാടകർ പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുമെന്ന് ഇരു നേതാക്കളും ഉറപ്പു നൽകിയതായ സംഘാടകർ ഉദ്ഘാടന ചടങ്ങിൽ അദ്വാനി പങ്കെടുക്കില്ല എന്ന വാർത്തകൾ നിഷേധിച്ചാണ് VHP ഇക്കാര്യം അറിയിച്ചത്. രാധാകൃഷ്ണൻ ചേരുന്നു വിശദാംശങ്ങളുമായി. രഥയാത്രയുടെ നേതൃത്വം വഹിച്ച അദ്വാനിയുടെ സാന്നിധ്യം ഉറപ്പാക്കുവാൻ തന്നെയാണ് VHPയുടെ തീരുമാനമെന്ന് മനസ്സിലാക്കുന്നു. അതല്ലാത്ത പക്ഷം അത് വലിയ വിമർശനവും ആക്ഷേപവും ഉയർന്നേക്കാം. ഏതായാലും അനാരോഗ്യമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കാൻ ശ്രമിക്കുമെന്ന ഒരു പ്രതികരണം അത് ഈ VHPക്കും ഒപ്പം തന്നെ ഈ രാമജന്മഭൂമി ട്രസ്റ്റിനുമൊക്കെ ഏറെ സന്തോഷകരമായൊരു വാർത്ത കൂടിയല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് VHP ആണ് ഒരു വാർത്താക്കുറിപ്പിൽ ഇക്കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും തങ്ങൾ ചടങ്ങിലേക്ക് ഔദ്യോഗികമായിട്ട് ഇന്ന് ക്ഷണിച്ചിട്ടുണ്ട്. അവർ സാധിക്കുന്ന എല്ലാ പരിശ്രമങ്ങളും ആ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് നടത്തും എന്ന ഒരു ഉറപ്പാണ് തങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ പങ്കെടുക്കുമെന്ന് തങ്ങൾ കരുതുന്നതായി VHP വ്യക്തമാക്കുന്നു. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിൽ എൽ.കെ. അദ്വാനി ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചു എന്നതായിരുന്നു. അത് തെറ്റാണ് എന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ VHP ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രഥയാത്രാ സമയം മുതൽ തന്നെ ഈ രാമജന്മഭൂമി വിഷയത്തിൽ വൈകാരികമായിട്ട് ഒരുപക്ഷെ ഈ സംഘപരിവാർ സംഘടനകൾക്കും അവരുടെ അനുയായികൾക്കും ഒക്കെ ബന്ധമുള്ള വ്യക്തിത്വമാണ് എൽ.കെ. അദ്വാനി. ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പ്രത്യേകിച്ച് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ദിവസം, പ്രാണപ്രതിഷ്ഠ നടത്തുന്ന ദിവസം എൽ.കെ. അദ്വാനി ഉണ്ടാകുക എന്നുള്ളത് ഒരു വൈകാരികമായി തന്നെ അവർ കരുതുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ശക്തമായിട്ടുള്ള രീതിയിൽ VHP നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട സന്യാസി വര്യന്മാരും പങ്കെടുക്കുന്ന, ചലച്ചിത്ര മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങായിരിക്കും 22-ാം തീയതി, ജനുവരി 22-ാം തീയതി നടക്കുന്നത്. 7000 പേരായിരിക്കും അന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളായി ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ പോകുന്നത്. ശരി, അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ എൽ.കെ. അദ്വാനി പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ, വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിനെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ VHPയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഔദ്യോഗികമായി എൽ.കെ. അദ്വാനിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം പങ്കെടുക്കാൻ പരമാവധി ശ്രമിക്കുമെന്നാണ് അറിയിച്ചതെന്നും VHPയുടെ ഔദ്യോഗികമായ പ്രതികരണം വരുന്നു. രാധാകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.